കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് പെരിങ്ങാലയ്ക്കടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇതൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. അതിൽ ഫസ്റ്റ് വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 4 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 1750 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള 3 BHK ആണ്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. വീതിയുള്ള ഇന്റേണൽ റോഡാണ് ഈ വില്ലയ്ക്ക് വന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2 വാഹനങ്ങൾക്ക് ഏകദേശം പാസ് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് റോഡിന് തന്നെ കിട്ടുന്നുണ്ട്. നേരെ കോമ്പൗണ്ടിനകത്തേക്കാണ് വരുന്നത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്തുണ്ട്. കടപ്പ കല്ല് കൊടുത്തിട്ടുണ്ട്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഞാൻ ഇനി വെസ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് സൈഡാണ്. ആ ഭാഗം വരുന്നത് നോർത്ത് സൈഡുമാണ്. ഡൈനിങ്ങിൽ നിന്നൊരു കോർട്ട്യാർഡിലേക്ക് ഒരു എൻട്രൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് നല്ല പ്ലാന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇനി നമ്മൾ ഈസ്റ്റിലേക്കാണ് പോകുന്നത്. ഇവിടെയും വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് 2 വലിയ വാഹനങ്ങൾ കിടക്കും. ഈ ഭാഗം ഈസ്റ്റ് സൈഡാണ്. ഇത് ഫുള്ളായിട്ട് കെട്ടിത്തിരിച്ചിട്ട് അതിലെല്ലാം പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. റിവർ സ്റ്റോൺ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് കയറാൻ പോവുകയാണ്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് നാനോ ടൈലിലാണ്. ടൈലും വെട്രിഫൈഡ് ടൈലുമാണ് കൊടുത്തുള്ളത്. അതായത് ഒന്ന് മാറ്റ് ടൈലാണെങ്കിൽ ഒന്ന് വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തുള്ളത്. അപ്പോൾ തൂണിലൊക്കെ നല്ല ഗ്ലാഡിങ് സ്റ്റോൺ വർക്കൊക്കെ വരുന്നുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഈ ഷൂ റാക്സ് ആണ്. അതും ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് നോർത്തിലേക്കാണ്. വടക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. ഇതിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു ഡോർ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലെല്ലാം വ്യത്യസ്തമായുള്ളൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കോപ്പർ ലൈൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിങ്ങിലേക്ക് വരികയാണ്. ഇത് സൗത്ത് സൈഡാണ്. വലിപ്പമുള്ള വിൻഡോസാണ് വന്നുള്ളത്. ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. സെയിം വിൻഡോസിൻ്റെ സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ലിവിങ് സ്പേസ് നല്ല വലിപ്പമുള്ള ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ആണെങ്കിലും ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിലുള്ളൊരു വെർട്ടിഫൈഡ് ടൈലാണ് താഴെ കൊടുത്തുള്ളത്. മേലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. അതിലെല്ലാം വിനറിൻ്റെ വർക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ടി വിയിലേക്ക് വരുമ്പോഴും വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതിലെല്ലാം ക്യൂരിയസ് വെക്കാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തുള്ളത്. അതിനകത്തൊക്കെ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂണിറ്റ് ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഡൈനിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസ് എല്ലാം ഭംഗിയായിട്ടാണ് വിനറിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ്. 6 ചെയറോ 8 ചെയറോ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് നമുക്കുണ്ട്. ഡൈനിങ്ങിൽ നിന്നൊരു കോർട്ട്യാർഡും കൂടി വരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ അവിടെ ലൈറ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെടികളും കൂടി വരാൻ നേരത്ത് ഭംഗിയുള്ളൊരു കോർട്ട്യാർഡ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഇനി വാഷ് കൗണ്ടറിലേക്ക് വരാം. ഒതുങ്ങി മാറിയിട്ടാണെങ്കിലും നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സെറയുടെ ഫിറ്റിങ്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ബ്രിക്കിൻ്റെ ഒരു ഡിസൈനാണ് വന്നുള്ളത്. LED ലൈറ്റുകളും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫാൾ സീലിംഗിലേക്ക് വരാം. ഫാൾ സീലിംഗിൽ പ്രൊഫൈൽ LED ലൈറ്റുകൾ കൂടാതെ തന്നെ അകത്ത് കോപ്പർ LED ലൈറ്റുകളാണ് കൊടുത്തുള്ളത്. അതിനെല്ലാം വിനറിൻ്റെ ഒരു ബീഡിങ്ങും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇനി വിൻഡോസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വലിപ്പമുള്ള വിൻഡോസ് തന്നെയാണ് ഇവിടെ വന്നുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ലൈറ്റ്സ് അകത്തേക്ക് വരുന്നുണ്ട്. ഇനി കിച്ചണിലേക്ക് വരാം. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഓപ്പൺ കിച്ചണാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിനകത്ത് LED ലൈറ്റുകൾ കൊടുത്തിരിക്കുകയാണ്. ക്യൂരിയസ് വയ്ക്കാം, കോക്കറി ഐറ്റംസ് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ്. നാനോ ടൈലാണ് ഇതിന് ടോപ്പായിട്ട് വിരിച്ചുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് വെജിറ്റബിൾ ട്രേയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ കൊടുത്തിരിക്കുകയാണ്.
കൈ എത്തുന്ന ദൂരത്ത് എല്ലായിടത്തും നല്ല കബോർഡുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഭാഗം വരുന്നത് നോർത്ത് സൈഡ്, ഇത് വരുന്നത് വെസ്റ്റ് സൈഡാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് അടുക്കള വന്നുള്ളത്. അടുക്കളയുടെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി വർക്ക് ഏരിയ വരുന്ന ഭാഗത്തേക്ക് വരാം. വെസ്റ്റിലേക്ക് തുറക്കാവുന്ന രീതിയിൽ ഡോറ് വന്നിട്ടുണ്ട്. വർക്ക് ഏരിയ കവർ ചെയ്തിട്ടില്ല, ഇത് ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്ത് കവർ ചെയ്തെടുക്കാവുന്ന രീതിയിൽ തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ട് മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഇവിടെയായിട്ട് സിങ്കിൻ്റെ പ്ലംബിംഗ് ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് കെട്ടിത്തിരിച്ച് ഭംഗിയായിട്ട് കിണർ വരുന്നുണ്ട്. വെള്ളത്തിനകത്ത് എടുക്കുന്ന മോട്ടറാണ്, കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ഇനി ഈ ഭാഗത്തേക്ക് വരാം. ധാരാളം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എല്ലാം റിവർ സ്റ്റോൺ തന്നെ വിരിച്ചിരിക്കുകയാണ്. 2 സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസും നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. 13 അടി നീളവും 11 അടി വീതിയാണ്. ഇതാണ് ഈസ്റ്റ് സൈഡ് വന്നുള്ളത്. 4 മാളി വലിയ വിൻഡോസാണ് വന്നുള്ളത്. ഫാൾ സീലിംഗ് വർക്ക് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി കബോർഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള കബോർഡാണ്. അതിൻ്റെ ഡോറ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഡോറ് തുറക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇങ്ങനെ സ്ലൈഡ് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ബാത്റൂമിലേക്കാണ് വരുന്നത്. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മിറർ, ലൈറ്റൊക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. കൗണ്ടർ ടേബിളാണ് വന്നുള്ളത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സിറയുടെ ഫിറ്റിങ്സ് ആണ്. മിറർ, ലൈറ്റ്, ഡയവേറ്റർ വന്നിരിക്കുന്നതും സിറയുടെ തന്നെയാണ്. നമ്മൾ കുളിക്കുന്ന ഭാഗം ഒന്ന് താഴ്ത്തിയും ക്ലോസറ്റ് ഏരിയ ഒന്ന് ഹൈറ്റ് ആക്കിയാണ് ചെയ്തിട്ടുള്ളത്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ് വന്നുള്ളത്. ഫുള്ള് ടൈല് വന്നിരിക്കുന്നത് മാറ്റ് തന്നെയാണ്. അപ്പോൾ ഷാമ്പൂസും ലിക്വിഡ്സും ഒക്കെ വെക്കാനായിട്ട് സ്റ്റോറേജ് സ്പേസ് ഇങ്ങനെയാണ് വന്നുള്ളത്. പിന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയായിട്ട് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ പറയാം. സ്റ്റെയറിന് അടിയിലായിട്ട് പെബിൾ വിരിച്ചിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറിനുള്ളൊരു സ്പേസും കൂടിയാണ്. അപ്പോൾ ഭംഗിയായിട്ട് ആ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ടൈലാണെന്നുണ്ടെങ്കിലും ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ്. ഹാൻഡിൽ വന്നിരിക്കുന്നത് സ്ക്വയർ ട്യൂബിൽ ടീക്കൂഡാണ് കൊടുത്തിട്ടുള്ളത്. നേരെ മേലേക്ക് കയറാം. നോർത്ത് സൈഡിൽ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് വന്നിട്ടുണ്ട്. ഈ ഭാഗം ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ലൈറ്റും ഫാൻസി ലൈറ്റും ഒക്കെ വരുന്നുണ്ട്. മേലേക്ക് കയറാം. അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെയും ടി യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. താഴത്തെ സ്പേസ് ഗസ്റ്റ് ലിവിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഫാമിലി ലിവിങ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫാൾ സീലിംഗ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസുകളെല്ലാം എടുത്തു പറയേണ്ടത് തന്നെയാണ്. വലിപ്പമുള്ള വിൻഡോസുകൾ തന്നെയാണോ എന്നുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു അപ്പർ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നേരെ നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈസ്റ്റ് സൈഡ്, സൗത്ത് സൈഡ്. അപ്പോൾ ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം ഒരു 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് കബോർഡുകൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് 3-4 ബാട്ടായിട്ട് തുറക്കാവുന്ന രീതിയിലും. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വാൾഡ്രോബ്സുകൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഫാൾ സീലിങ്ങിൻ്റെ വർക്കും ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് പൊസിഷൻ വരുന്നത് ഈസ്റ്റിലേക്ക് വെക്കാവുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിനൊരു ബാൽക്കണി കൂടി കിട്ടിയിട്ടുണ്ട്. നേരെ ബാൽക്കണിയിലേക്ക് വരാം. ഇങ്ങനെ അപ്പം ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ടഫിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈലൊന്ന് മാറ്റിയിട്ടുണ്ട്. മാറ്റ് ഗ്രിപ്പുള്ളൊരു ടൈലാണ് വന്നിട്ടുള്ളത്. കാരണം വെള്ളം വീഴുന്ന ഭാഗമായതുകൊണ്ട് തെന്നാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറ്റ് ടൈല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വിൻഡോസ് ആയിട്ടേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നല്ലൊരു ബാൽക്കണി കിട്ടി. ഇനി നേരെ ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിൻ്റെ എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിലേക്ക് കയറാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. ഷവർ ഏരിയ വരുന്ന ഭാഗത്ത് ഒരു സ്പേസ് ഒന്ന് താഴ്ന്നാണ് വന്നുള്ളത്. ഇപ്പം ഇവിടെയായിട്ട് ലിക്വിഡ്സൊക്കെ വയ്ക്കാമെന്നാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. എക്സോസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. ഇനി നമ്മളിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ടത് ഡോറിൻ്റെ പാറ്റേൺ. അകത്തുള്ള ഡോറുകൾ വരെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈസ്റ്റ് സൈഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയിലാണ്. ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. കബോർഡ് സ്ലൈഡിംഗ് ആയിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. അതും കവേഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ.
ഇതിനെ യൂട്ടിലിറ്റി ഏരിയ എന്ന് മാത്രമല്ല വിളിക്കേണ്ടത്, ഇതിനൊരു സ്റ്റഡി റൂം എന്നും കൂടി വിളിക്കാം. അതുപോലെയാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ ഒരു 4x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്, ഇത് വരുന്നത് നോർത്ത് സൈഡുമാണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ടാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇത് കിച്ചന് മേലെ ആയതുകൊണ്ട് തന്നെ ഇതിന് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടില്ല. കൂടാതെ ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗമാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ഭാഗം കോൺക്രീറ്റിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തുള്ളത്. വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. അപ്പോൾ വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകാൻ പോകുന്നത്. ബാൽക്കണി വരുന്നത് തന്നെ അപ്പർ ലിവിംഗിൽ നിന്ന് ഇറങ്ങാവുന്ന രീതിയിലാണ്. നല്ല സ്പേഷ്യസ് ആയുള്ളൊരു ബാൽക്കണി കിട്ടിയിട്ടുണ്ട്. അതും ഒരു ഹാങ്ങിങ് ഊഞ്ഞാലൊക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. കൂടാതെ ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ടഫൻഡ് ഗ്ലാസ്, നല്ല പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് മാറി സീലിങ്ങിൽ ഫൈബർ ലാമിനേഷൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ കോപ്പർ ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു വില്ലയുടെ ഫസ്റ്റ് വീടാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 7.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഒരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റിനകത്ത് വരുന്ന 3 ബെഡ്റൂമിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇതിന് ലാൻഡ് ഏരിയ വരുന്നത് 4 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 1750 സ്ക്വയർ ഫീറ്റിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള 3 BHK ആണ്. മനോഹരമായിട്ട് ഇൻറ്റീരിയർ വർക്ക് കൊടുത്തിട്ടുണ്ട്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വെൽ വാട്ടർ വരുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 75 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളും ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.